ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സൂപ്പർ കപ്പിലെ രണ്ടാമത്തെ മത്സരം നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുക. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 4:30 നടക്കുന്ന മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. ബാംബോലിം സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് അക്കൗണ്ടിലാണ് നമുക്ക് ഈ ഒരു മത്സരം ലൈവായിക്കൊണ്ട് കാണാൻ സാധിക്കുക. ഏതായാലും പോർച്ചുഗീസ് താരമായ തിയാഗോ ആൽവസ് നാളത്തെ മത്സരത്തിൽ കളിക്കുമോ? അതാണ് ആരാധകർക്ക് അറിയേണ്ടത്. കാരണം കഴിഞ്ഞ മത്സരത്തിന്റെ സ്ക്വാഡിൽ പോലും ഇടം നേടാൻ തിയാഗോ ആൽവസിന് കഴിഞ്ഞിരുന്നില്ല. അതിനുള്ള ഒരു വിശദീകരണമായിക്കൊണ്ട് മാർക്കസ് മെർഗുലാവ പറഞ്ഞിരുന്നത് മത്സരത്തിന് മുന്നേ തിയാഗോ ആൽവസ് ഒന്ന് സ്ലിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കരുതൽ എന്ന രൂപേണയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിനോടൊപ്പം അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുണ്ട്, ടീമിനോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മത്സരത്തിൽ കളിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിക്കുന്ന പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ തിയാഗോ ആൽവസിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ട എന്നുള്ളതാണ്. കാരണം പുതിയ ട്രെയിനിങ്ങിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ തിയാഗോ ആൽവസ് പരിശീലനം നടത്തുന്നുണ്ട്. നാളത്തെ മത്സരത്തിനുള്ള സ്ക്വാഡിൽ അദ്ദേഹം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ മത്സരത്തിൽ കളിക്കുമോ എന്നുള്ളത് വ്യക്തമല്ല. ഒരുപക്ഷെ പകരക്കാരന്റെ വേഷത്തിലൊക്കെ തിയാഗോ ആൽവസ് കളിക്കാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും നിലവിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ട, പരിക്കിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ട്രെയിനിങ് നടത്തുന്നു എന്നുള്ളതാണ് ശുഭകരമായ ഒരു കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.